أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ അതിഥികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം പ്രീണനമെന്ന ഇസ്ലാമോഫോബിക് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SIO കേരള മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പിന്നാക്ക സമുദായമാണ് മുസ്ലിങ്ങളും ഈഴവരും എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ജനസംഖ്യ ആനുപാതികമായ ഒരു പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഇത്തരം സമുദായങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങൾ അനർഹമായത് കൊണ്ടുപോകുന്നു. സർക്കാരിന്റെ ലോകസഭ ഇലക്ഷനിന്റെ തോൽവിക്ക് കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതാണ് എന്ന സംഘപരിവാർ വളർത്തിയെടുത്ത ഇസ്ലാമോഫോബിക് നുണ പ്രചരിപ്പിക്കാൻ കേരളത്തിലെ പിന്നാക്ക സമുദായത്തിന്റെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി മുതിരുന്നത് എന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലും, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലും, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലൊക്കെ വളരെ പിന്നിലാണ്. കേരളത്തിലെ മന്ത്രിസഭ മാത്രം എടുത്തു നോക്കിയാൽ മതി. 9 മന്ത്രിമാർ മുന്നാക്ക ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കേവലമായ 5 ആളുകൾ മാത്രമാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെറും 2 പേര് മാത്രമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം എടുത്തു നോക്കുമ്പോ സവർണർ 7 ആളുകൾ ഉണ്ടാകുമ്പോ, മുന്നോക്ക ക്രൈസ്തവർ 4 ആളുകൾ ഉണ്ടാകുമ്പോ കേവലം 2 മുസ്ലിങ്ങളും 3 ഈഴവരും മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഭരണതലത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലങ്ങൾ എടുത്തു നോക്കുമ്പോ എല്ലാ ക്ലാസുകളിലും കൂടി 12% മാത്രമാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. അത് തന്നെ മുകളിലോട്ടുള്ള ക്ലാസുകളിലേക്ക് പോകുമ്പോ ആ അനുപാതം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗ തലം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണല്ലോ. കേരളത്തിൽ ഒരൊറ്റ ചീഫ് സെക്രട്ടറി മാത്രമാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയും മലയാളിയല്ലാത്ത ഒരു മുസ്ലിമാണ്. അദ്ദേഹം തന്നെയും വളരെ കുറഞ്ഞ കാലം കൊണ്ട് പിരിച്ചുവിടപ്പെടുന്നു. അതേ സന്ദർഭത്തില് ഇവിടെ ഈയവരിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അഥവാ ഭരണതലം എടുത്താലും, ഉദ്യോഗസ്ഥ സ്ഥലം എടുത്താലും, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും വളരെ പിന്നിലാണ്
ഈ രണ്ട് സമുദായങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്നത് അത് ആ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിലോ, അദ്ദേഹം സംസാരിക്കുന്നത് ഈഴവ സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിലോ, അദ്ദേഹത്തോടൊപ്പം ജനാധിപത്യമായ ആ പ്രാതിനിധ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ SIO കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതല്ലാതെ സംഘപരിവാർ വളർത്തിയെടുക്കുന്ന ഇസ്ലാമോഫോബിക് നുണകൾക്ക് വേണ്ടി അതിന്റെ പ്രചാരകനായിട്ട് മാറാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എങ്കിലോ, അത് ആ സമുദായത്തിനോട് തന്നെയുള്ള വെല്ലുവിളിയും ഗുരുവിനോടുള്ള അദ്ദേഹത്തിന്റെ ആശയത്തോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കേണ്ടത് ഇവിടത്തെ മുന്നാക്ക ഹിന്ദുവും മുന്നാക്ക ക്രിസ്ത്യാനികളുമാണ് ഇവിടത്തെ പ്രാതിനിധ്യത്തിന്റെ വലിയൊരളവ് കൈയടക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഭവിക്കേണ്ടത് ഇവിടത്തെ മറ്റ് സമുദായങ്ങൾ, പിന്നാക്ക സമുദായങ്ങൾ അഥവാ ഇവിടത്തെ ഈഴവരും മുസ്ലിങ്ങളും പട്ടികജാതിയും പട്ടികവർഗവും ദളിതടക്കമുള്ള ജനവിഭാഗങ്ങൾ ഈ സമരത്തില് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് മുസ്ലിമിനെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മുസ്ലിമാണെന്ന് വരുത്തി നിർത്തിക്കൊണ്ട് മുസ്ലിമിനെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു വിദ്വേഷകരമായ ഒരു രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിലൊക്കെ എങ്ങനെയാണോ ഈ രാഷ്ട്രീയം സംഘപരിവാർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം എങ്ങനെയാണോ എമർജ് ചെയ്തത്, അതേ പാതയിൽ കേരളത്തിലും അവരുടെ രാഷ്ട്രീയത്തെ നട്ടുനനക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഈ സംഘങ്ങൾ മുഴുവനും പിന്നാക്ക സമുദായങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, അരികിലാക്കപ്പെട്ട സമുദായങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി, അതേപോലെ തന്നെ അവരുടെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന, ഒരുമിച്ചിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ സമുദായങ്ങൾക്കുള്ളത്. അത് നിർവഹിക്കാതെ സംഘപരിവാറിന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകൾക്ക് കുയലൂത്ത് പാടാൻ വെള്ളാപ്പള്ളി നിൽക്കരുത് എന്നാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിനോട് നമ്മൾ പറയുന്നു, ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാത്ത പ്രശ്നമെല്ലാം ഇവിടെ സംഘപരിവാർ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നുണകൾക്കെതിരെ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിന് വിടുപണി ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ സമ്മേളനം ഉപയോഗപ്പെടുത്തുകയാണ്. വിവിധ സന്ദർഭങ്ങളിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ് എന്നാണ് ഇവിടത്തെ സംഘപരിവാർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് തന്നെ മാസത്തിൽ 25,000 രൂപ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്ന പച്ച നുണ പറയുമ്പോൾ സർക്കാർ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ നാവ് പൊക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം സ്കോളർഷിപ്പ്, മൈനോറിറ്റി സ്കോളർഷിപ്പ് 80-20 പിന്നെ പ്രാതിനിധ്യം വരുന്നത്, അതിന്റെ കണക്കുകളിലേക്ക്, അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ 80-20 പിന്നീട് മുന്നാക്ക ക്രിസ്ത്യാനികൾ കേസ് നടത്തുമ്പോൾ ആ കേസിനെതിരായി എന്താണ് ഈ 80-20യിലേക്ക് വരുന്നതിന് കാരണം, എന്താണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, എന്താണ് മൈനോറിറ്റി സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് 80-20 ആയത് തുടങ്ങിയിട്ടുള്ള ഒരു വിശദാംശങ്ങളും കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാകാതെ ആ നുണകൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ നുണക്കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വഖഫ് അതിന്റെ ഉദ്യോഗാർത്ഥികൾക്ക്, അതിന്റെ ആളുകൾക്ക്, അതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ കൊടുക്കുമ്പോ, സർക്കാർ ഖജനാവിൽ നിന്ന് അതിന്റെ സംവിധാനങ്ങൾക്ക് പൈസ കൊടുക്കുമ്പോ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക് വാങ്ങുകയാണ് എന്ന പച്ച നുണ പറയുമ്പോഴും സർക്കാർ മൗനത്തിലാണ്. അത് തന്നെയാണ് ഇപ്പോൾ അവസാനമായി മുസ്ലിം പ്രീണനം എന്ന
ഇത് പറയുമ്പോ ഇവിടത്തെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ സംഘപരിവാറിന് കുയിലൂത്ത് നടത്തുന്ന വെള്ളാപ്പള്ളിക്കോ അത്തരം ആരോപണങ്ങൾക്കോ ഒരു ധവളപത്രം ഇറക്കുക എന്ന ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ പരിഗണിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് സംഘപരിവാർ അവരുടെ രാഷ്ട്രീയത്തെ ഇവിടെ നട്ടുവളർത്തുന്നതിനോ വേരാഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നും അതിന് ഇവിടുത്തെ ഭരണകൂടം അതിന്റെ യാഥാർത്ഥ്യങ്ങളോ വെളിച്ചത്ത് കൊണ്ടുവരാൻ ധവളപത്രം ഇറക്കണമെന്നുമാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം ആ അർത്ഥത്തിലോ ഈ പിന്നാക്ക സമുദായങ്ങളോ ഒരുമിച്ചിട്ടുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയിൽ സംഭവിക്കുന്ന അതിന് കൂടുതൽ ശക്തി പകരുന്ന സമരങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇരുത്തങ്ങൾ നമുക്കത്തരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ MLA നജീബ് കാന്തപുരമാണ്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.